എല്ലാവർക്കും മേഘകൃഷ്ണൻ വ്ളോഗേഴ്സിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെയാണ് ഒരു നിയോൺ സർക്കിൾ ബാക്ക്ഗ്രൗണ്ട് നിർമ്മിക്കാമെന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇത് നമ്മൾ പിസ്കാട്ടിക്കൂടിയാണ് ചെയ്യുന്നത്. നമ്മുടെ പിസ്കാട്ടിൻ്റെ പാർട്ട് 5 വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞങ്ങൾ അയക്കുന്ന പുതിയ വീഡിയോസിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. സ്റ്റെപ്പിലാണ് ആക്കുന്നത്. അപ്പോൾ ഈ ട്രൈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അത് ഡൗൺലോഡ് ആവുന്നുണ്ട്. ഡൗൺലോഡ് ആയിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ ഫോട്ടോ ഇവിടെ സെലക്ട് ആയി വന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ ആദ്യത്തെ തന്നെ ഫോട്ടോ തന്നെയാണ് കേട്ടോ. ഇനി നിങ്ങൾ ഇത് ഞാൻ ഒന്ന് എറേസ് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് അടിച്ചു കൊടുക്കാം. കട്ട് ചെയ്താണ്. നിങ്ങൾ ആ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ബാക്ക്ഗ്രൗണ്ട് ഇത് കട്ട് ചെയ്യുക. ഇനി നിങ്ങളുടെ അടുത്ത എഫക്റ്റ് തന്നെ വരുന്നതായിരിക്കും. മാജിക് ഓപ്ഷനിലെ എഫക്റ്റാണത്. അത് വന്നിട്ട് നിങ്ങളെ കാണിക്കാം. വരുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ആ എഫക്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയായിരിക്കും വരുന്നത്. നമ്മുടെ ഫോട്ടോ ഒന്ന് സൂം ആക്കി കാണിക്കേണ്ടതാണ്. ഇങ്ങനെയായിരിക്കും വരുന്നത്. നമ്മൾ ഫോട്ടോ ഇങ്ങനെ വെക്കേണ്ടി വരും നമുക്ക്. ഇപ്പോൾ ഫോട്ടോ ഇങ്ങനെ വെക്കാം. ഇനി നിങ്ങൾ നെക്സ്റ്റ് അടിക്കാം. ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഇത്രയൊക്കെ മതി. ഇനി കുറച്ച് കുറച്ച് ക്രോപ്പ് ചെയ്ത് കളയണം കേട്ടോ. നമ്മൾ കുറച്ച് താന്നാണ് പോയേക്കുന്നത്. ഫോട്ടോ കുറച്ച് ചെറുതായിട്ടാണ് പോയേക്കുന്നത്. കാരണം വരുന്നുണ്ട്. ഓക്കെ, നമ്മുടെ റിങ് ഇവിടെ വന്നിട്ടുണ്ട്. റിങ് നമ്മൾ നേരെയാക്കുക. ഓക്കെ, ഇവിടെ റിങ് കറക്റ്റ് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് അടിക്കാം. ഇത്രയേ ഉള്ളൂ എന്ന് തോന്നുന്നു. നെക്സ്റ്റ് ഇനി അടുത്ത സാറ്റുറേഷൻ എന്ന് പറഞ്ഞ എഫക്റ്റും കൂടെ ഉണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് അടിക്കാം. അതും വന്നിട്ടുണ്ട്. ഓക്കെ, ക്രോപ്പ് ചെയ്യാം നമുക്കിനി. ഇനി നമുക്ക് ഇങ്ങനെ ആക്കിയിട്ട് ഓക്കെ നെക്സ്റ്റ് അടിക്കാം. ഇനി നമുക്ക് ഓക്കെ, നമ്മുടെ ഫ്രണ്ട്സ് ഫോട്ടോ ഇവിടെ സെറ്റ് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ഒക്കെ ഒരു ഫോട്ടോ ക്രിയേറ്റ് ചെയ്യുന്നത്. വളരെ സിമ്പിളാണ് ഈ ഫോട്ടോ ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ പിസ്കാട്ട് മാത്രം മതി കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നത് ബൈ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ സപ്പോർട്ടും ചെയ്യണം. ബൈ. അപ്പം പുതിയൊരു വീഡിയോ കാണുന്നത് ബൈ.